കേരളത്തിലെ അധ്യാപക ജോലിക്കായി ഏർപ്പെടുത്തിയ കേട്ടറ്റ് പരീക്ഷയിൽ തമിഴ്, കന്നഡ ഭാഷകളിൽ ചോദ്യപേപ്പർ നൽകാനുള്ള സർക്കാർ ഉത്തരവ് ശ്ലാഘനീയമാണെന്ന് കേരളൈറ്റ് തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി പീപ്പിൾസ് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ പുതുവയൽ. മത്സര പരീക്ഷകളിൽ തമിഴിൽ ചോദ്യപേപ്പർ ഇല്ലാത്തതുകൊണ്ട് തമിഴ് മാധ്യമമായി പഠിച്ച ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകളിൽ പുറത്താവുന്നത് പതിവാണ്. തമിഴ് ചോദ്യപേപ്പർ ഇല്ലാത്തതുമൂലം ഇതുവരെ 25 കേട്ടറ്റ് പരീക്ഷകളിൽ തമിഴ് മാധ്യമം പഠിച്ചവർ പുറന്തള്ളപ്പെട്ടു. മത്സര പരീക്ഷകളിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കായി ചോദ്യപേപ്പർ തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ അയച്ചിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തും പാലക്കാട് ഈ മുനിസിപ്പാലിറ്റി അതുപോലെ ചിറ്റൂർ താലൂക്കിലെ എല്ലാ പഞ്ചായത്തുകളും ചിറ്റൂർ തത്വമംഗലം മുനിസിപ്പാലിറ്റി അടക്കമുള്ള ആ പ്രദേശങ്ങളിൽ തമിഴ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയ മലയാളത്തിന് തുല്യമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യണം. അതുപോലെ അവർ ആ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ തമിഴ് സ്കൂളുകൾ നമ്മുടെ പ്രദേശത്ത് ധാരാളം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ ചിറ്റൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ പഠിക്കുന്ന തമിഴ് വിദ്യാർത്ഥികൾ അവർ പരീക്ഷ പഠിക്കുന്നത് തമിഴിലാണ്, എല്ലാ സബ്ജക്റ്റും, പിന്നെ പരീക്ഷ എഴുതുന്നതും ചോദ്യക്കടലാസ് കിട്ടുന്നതും എല്ലാം തമിഴിലാണ്. അത് കഴിഞ്ഞ ശേഷം അവർക്ക് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ളത് 2012 തൊട്ട് കേന്ദ്ര സർക്കാരിനാൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക പരീക്ഷയാണ്. അപ്പോൾ TTC മാത്രം കഴിഞ്ഞാൽ പോരാ, ഈ കേറ്ററ്റ് എക്സാം കൂടി പാസ്സായിരിക്കണം, എന്നാലേ ജോലി കിട്ടുള്ളൂ. ആ കേറ്ററ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്രമാണ് കൊടുത്തിരുന്നത്. 2012 തൊട്ട് ഇതുവരെ ഓരോ വർഷവും 2 പ്രാവശ്യം എന്ന രീതിയിൽ ഏകദേശം 25 പരീക്ഷകൾ നടന്നു കഴിഞ്ഞു. അതിലെല്ലാം തമിഴ് പഠിച്ച വിദ്യാർത്ഥികൾക്ക്, തമിഴ് മാധ്യമത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് അവർക്ക് ചോദ്യക്കടലാസിൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് പലർക്കും, മലയാളം അറിയാത്ത പല കുട്ടികൾക്കും, ഇംഗ്ലീഷിൽ പാണ്ഡിത്യമില്ലാത്ത പല കുട്ടികൾക്കും ശരിയായ ഉത്തരങ്ങൾ മനസ്സിൽ ഇരുന്ന പോലും ചോദ്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർക്ക് ആ പരീക്ഷയിൽ വിജയിക്കാൻ പറ്റിയിട്ടില്ല. ഉദ്യോഗാർത്ഥികളുടേതുൾപ്പെടെയുള്ള വാദം കേട്ടാണ് സർക്കാരിനോട് യോജ്യമായ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സർക്കാർ ഓഫീസുകൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും ഭാഷാ ന്യൂനപക്ഷാവകാശം സംരക്ഷിക്കപ്പെടണമെന്നും ബാലചന്ദ്രൻ പുതുവയൽ പറഞ്ഞു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ബർക്കത്ത്, അബ്ദുൽ കലാലൂർ റഹ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.